പ്രഗ്നൻസിയിൽ വരുന്ന ഇൻഫെക്ഷൻസിനെ പറ്റി ഒന്ന് പറയാമോ? പ്രഗ്നൻസിയിൽ വരുന്ന ഇൻഫെക്ഷൻസ് എന്ന് പറയുന്നത് എനിക്കറിയാം എല്ലാവർക്കും ഒരു പേടിയുള്ള അല്ലെങ്കിൽ ഒരു ആശങ്കയുള്ള കാര്യമാണ്. എല്ലാ കുടുംബത്തിനും നല്ല ആരോഗ്യമുള്ളൊരു വാവ നമ്മളെ കുടുംബത്തിലേക്ക് വരണം എന്നാഗ്രഹിക്കുന്ന ആ മൊമെൻറ്റിൽ ഏറ്റവും കൂടുതൽ കെയർ ഒരു ഗർഭിണിക്ക് അല്ലെങ്കിൽ ഒരു സ്ത്രീക്ക് അവളുടെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു പ്രത്യേക ടൈമാണ് ഗർഭം അല്ലെങ്കിൽ ഗർഭസമയം എന്ന് പറയുന്നത്. അപ്പം ഈ സമയത്തുള്ള ചെറിയ ചെറിയ ഇൻഫെക്ഷൻസ് അതിനെ ഭയപ്പെടേണ്ട ആവശ്യമുണ്ടോ അതിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധ എന്തായാലും വേണം. അതിലേറ്റവും കോമണസ്റ്റ് ആയിട്ട് പ്രഗ്നൻസിയിൽ വരുന്ന ഇൻഫെക്ഷനാണ് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൂത്രനാളത്തിലുണ്ടാവുന്ന അണുബാധ. പിന്നെ വളരെ കോമണസ്റ്റ് ആയിട്ട് വേറെ ഒരു ഇൻഫെക്ഷൻ എന്ന് പറയുന്നത് ഫംഗൽ ഇൻഫെക്ഷനുകളാണ്. അപ്പോൾ അതിൽ എന്തുകൊണ്ടാണ് ഈ പ്രഗ്നൻറ്റ് ലേഡീസ് ഇതിനെ കൂടുതൽ ബാധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൊതുവെ സ്ത്രീകൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ അല്ലെങ്കിൽ മൂത്രനാളത്തിലുള്ള ഇൻഫെക്ഷൻ ബാധിക്കാൻ വളരെ സസെപ്റ്റബിൾ ആണ്. അതായത് ഇപ്പം ഒരു സ്ത്രീയുടെ മൂത്രനാളം എവിടെയാണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ തന്നെയാണ് നമ്മളെ യോനി അല്ലെങ്കിൽ വെജൈന എന്ന് പറയുന്നത്. അതിൻ്റെയും തൊട്ട് താഴെയാണ് നമ്മളെ മലദ്വാരം. ഇത് മൂന്നും തമ്മിൽ വലിയ അകലം ഇല്ല. അപ്പം നമ്മൾ മലദ്വാരത്തിലൂടെ പോകുന്ന വിസർജനം നമുക്ക് പോകുന്ന സമയത്ത് നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും കുറച്ച് ബാക്ടീരിയകൾ ആ ഭാഗത്തുണ്ടാവും. അതിന് വളരെ എളുപ്പത്തിൽ നമ്മുടെ യോനിയിലേക്കും മൂത്രനാളത്തിലേക്കും പോകാനുള്ള ഈസി പാസേജ് ഉണ്ട്. അതുകൊണ്ടാണ് അത് എളുപ്പം മൂത്രനാളത്തിലെത്തി മൂത്രസഞ്ചിയിലെത്തി യൂറിനറി ഇൻഫെക്ഷനായിട്ട് മാറുന്നത്. അതെ, അത് പ്രഗ്നൻസി സമയത്ത് കൂടുതലാവാനുള്ള ചാൻസാണ് ഉള്ളത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മളെ ശരീരത്തിലുണ്ടാകുന്ന ഹോർമോൺസുകൾ, പ്രത്യേകിച്ച് പ്രൊജസ്ട്രോൺ എന്ന് പറയുന്ന ഹോർമോൺ കുറച്ച് കൂടുതലായിരിക്കും പ്രഗ്നൻസി ടൈമിൽ. ആ ഹോർമോൺ ഈ മൂത്രനാളത്തിൽ ഒക്കെ വികാസം ഉണ്ടാക്കുകയും മൂത്രം എളുപ്പം പോവാൻ അല്ലെങ്കിൽ മൂത്രസഞ്ചിയിൽ കംപ്ലീറ്റ്ലി മൂത്രം പുറത്തേക്ക് പോവാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കും. ഇതിന് പുറമെയാണ് ഈ ഗർഭപാത്രം എന്ന് പറയുന്നത് മൂത്രസഞ്ചിൻ്റെ തൊട്ട് പിന്നിലുള്ള സംഭവമാണ്. അപ്പം ഗർഭപാത്രം വളർന്ന് വരുമ്പം നേരെ പ്രഷർ കൊടുക്കുന്നതും നമ്മളെ മൂത്രസഞ്ചിയിലാണ്. ചിലപ്പം വാവ ഒരു വലിയ ഒരു 9 മാസം ആവുമ്പം കറക്റ്റ് കുട്ടീൻ്റെ തല വരുന്നതും നമ്മളെ മൂത്രസഞ്ചിൻ്റെ ഭാഗത്തേക്കാണ്. അതുകൊണ്ട് തന്നെ മൂത്രം കംപ്ലീറ്റായി പോവുകയില്ല, മൂത്രം കെട്ടിക്കിടക്കും. മൂത്രം കെട്ടിക്കിടക്കുന്ന സ്ഥലത്ത് ബാക്ടീരിയക്ക് വളരെ എളുപ്പത്തിൽ വരികയും ഇൻഫെക്ഷൻ അല്ലെങ്കിൽ അണുബാധ ഉണ്ടാവാനുള്ള സാധ്യത കൂടുകയും ചെയ്യും. അതാണ് മൂത്ര സംബന്ധമായ രോഗങ്ങൾ കൂടുതലായി വരാനുള്ള സാധ്യത. രണ്ടാമത്തെ അസുഖം എന്ന് പറയുന്നത് ഫംഗൽ ഇൻഫെക്ഷനുകളാണ്. ഈ ഫംഗൽ ഇൻഫെക്ഷൻ നമുക്ക് കാണുന്നത് പൊതുവേ ലേഡീസ് നമ്മളെടുക്കുക ഒപ്പിയിൽ വരിക എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ തൈര് പോലെ ഡിസ്ചാർജുകൾ നമ്മളെ യോനി ഭാഗത്തു നിന്ന് വരിക, അല്ലെങ്കിൽ അമിതമായ ചൊറിച്ചിൽ ആ ഭാഗത്ത് ജനനേന്ദ്രിയ ഭാഗത്ത് കാണുക, ഇതൊക്കെയാണ് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. എഗെയിൻ നമ്മൾ പ്രഗ്നൻസി സമയത്ത് സ്വാഭാവികമായും നമ്മൾ വെയിറ്റ് കൂടിക്കൂടി വരും. നമ്മൾ വെയിറ്റ് കൂടുന്നതിനനുസരിച്ച്, പ്രത്യേകിച്ച് വയറ് വലുതാവുന്നതിനനുസരിച്ചും നമുക്ക് ഈ തൊടകളുടെ ഇടയിലുള്ള ഗ്യാപ്പ് കുറഞ്ഞു വരും. പ്ലസ് ഇതിൻ്റെ പുറമെ ഗർഭസമയത്ത് നമുക്ക് ചൂടും കുറച്ച് കൂടുതലായിരിക്കും. ചിലപ്പോൾ നമ്മൾ സ്വെറ്റ് ചെയ്യാനുള്ള ചാൻസും കുറച്ച് കൂടുതലാണ്. ഇതൊക്കെ കൂടുമ്പം എന്തുണ്ടാവും? വളരെയധികം ഈർപ്പം നമ്മളുടെ ജനനേന്ദ്രിയ ഭാഗങ്ങളിൽ ഉണ്ടാവും. ഈർപ്പം കൂടുമ്പം, അതായത് മോയ്സ്ചർ കണ്ടന്റ് കൂടുമ്പം എളുപ്പത്തിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ്. പിന്നെ ഹോർമോണിലെ വ്യതിയാനം കാരണം നമ്മളെ pH-ലുള്ള മാറ്റങ്ങൾ, അതായത് സാധാരണ അസിഡിക് pH ആണ് നമ്മളെ യോനി ഭാഗത്ത് ഉണ്ടാവുക, അതിലും മാറ്റങ്ങൾ ചെറുതായി കാണുന്നത് കൊണ്ട് ഫംഗൽ ഇൻഫെക്ഷൻ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാവാൻ പറ്റുന്നുള്ളതാണ്. സോ ഈ 2 ഇൻഫെക്ഷനാണ് വളരെ കോമണസ്റ്റ് ആയിട്ട് പ്രഗ്നൻസിയിൽ കാണാൻ പറ്റുന്നത്. അതിൻ്റെ കോംപ്ലിക്കേഷൻ വല്ലതും ഉണ്ടോ? ഡെഫിനറ്റ്ലി. എന്തുകൊണ്ടാണ് നമ്മൾ മൂത്രത്തിൽ അണുബാധ ഉണ്ടാവുമ്പോൾ അതിനെ ട്രീറ്റ് ചെയ്യണം എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ, ഈ മൂത്രസഞ്ചിയിൽ ഉണ്ടാവുന്ന അണുബാധ ഈ ബാക്ടീരിയകൾക്ക് വളരെ എളുപ്പത്തിൽ നമ്മളെ മേലെ യുറേറ്റർ, നമ്മളെ മൂത്രം നേരെ അതിന് കിഡ്നിയിലേക്ക് പോകാനുള്ള എളുപ്പ വഴിയുമുണ്ട്. അത് മൂത്രസഞ്ചിയിൽ പഴുപ്പുണ്ടാക്കും. പിന്നെ അത് കിഡ്നീനെ വരെ ബാധിച്ച് പൈലോനെഫ്രൈറ്റിസ് അല്ലെങ്കിൽ കിഡ്നിയിൽ പഴുപ്പുണ്ടാകുന്ന അവസ്ഥ വരെ നമ്മൾക്ക് എത്താം. അത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. അത് രക്തത്തിലേക്കും അണുബാധ സ്പ്രെഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ടാണ് ചെറിയ ഇൻഫെക്ഷൻ ഉണ്ടാവുമ്പോൾ തന്നെ നമ്മൾ അതിനെ ട്രീറ്റ് ചെയ്യണം എന്ന്
പറയുന്നതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഒരു ഡോക്ടറെ അടുക്ക ഇപ്പം നമ്മുടെ അടുക്ക വന്നു കഴിഞ്ഞാൽ പേഷ്യൻസിൻ്റെ മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ചെറിയ ഇൻഫെക്ഷൻ, ചിലപ്പോൾ അവർ പറയുക മൂത്രം ഇടയ്ക്കിടയ്ക്ക് ഒഴിക്കാനുള്ള ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ മൂത്രം ഒഴിക്കുമ്പോഴുള്ള ചെറിയ കടച്ചൽ, പുകച്ചൽ. ചിലപ്പം ചില ആൾക്കാർക്ക് ഇത് കൂടി പനിയായിട്ടും നമ്മളെടുക്ക വരാറുണ്ട്. അപ്പം നമ്മൾ മൂത്രം പരിശോധിച്ച് നോക്കും, അപ്പം മൂത്രത്തിൽ അണുബാധ കാണും. അപ്പം അണുബാധ ഉണ്ടാകുമ്പം ഈ പ്രഗ്നൻസി ആയതുകൊണ്ട് പേഷ്യൻസിന് മരുന്നെടുക്കാൻ കുറച്ച് പേടിയാണ്. അപ്പം നമ്മൾ എന്തെങ്കിലും ഒരു ആൻറ്റിബയോട്ടിക് നമ്മൾ കൊടുക്കും. എന്തിനാണ് ആൻറ്റിബയോട്ടിക് അതായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആൻറ്റിബയോട്ടിക് ആവശ്യമുള്ളപ്പം നമ്മൾ കറക്റ്റായിട്ട് അതിനെ ഉപയോഗിക്കണം. കാരണം പ്രഗ്നൻ്റ് ആണെങ്കിലും നിങ്ങളുടെ ഗൈനക്കോളജിസ്റ്റ് നിങ്ങൾക്ക് തരുന്ന ആൻറ്റിബയോട്ടിക് സേഫായിട്ടുള്ളത് മാത്രമായിരിക്കും, പ്രഗ്നൻസിയിൽ സേഫ് ആയിട്ടുള്ളത്. അങ്ങനത്തെ ഒരു കാറ്റഗറി തന്നെ സ്റ്റഡീസൊക്കെ ചെയ്ത് സേഫ്റ്റി പ്രൂവ് ചെയ്ത ഡ്രഗ്സുകൾ മാത്രമാണ് പ്രഗ്നൻ്റ് ആയ ഒരാൾക്ക് കൊടുക്കുന്നത്. നമ്മളിപ്പോൾ ഈ സ്പ്രെഡ്, ഈ ഇൻഫെക്ഷൻ മൂത്രസഞ്ചിയിൽ തന്നെ നിർത്തിക്കഴിഞ്ഞാൽ ഇത് മേലോട്ട് പോകുന്നതും പിന്നീട് കിഡ്നീനെ ബാധിക്കുന്നതും രക്തത്തിലേക്ക് പോകുന്നതും ഒക്കെ നമുക്ക് തടയാൻ പറ്റും. ഇല്ലെങ്കിൽ എന്തുണ്ടാവും, ഈ ആൻറ്റിബയോട്ടിക് അവർ 2 ദിവസം കഴിക്കും. 2 ദിവസം കഴിക്കുമ്പോൾ നല്ലൊരു വ്യത്യാസം തോന്നും. വ്യത്യാസം തോന്നിക്കഴിഞ്ഞാൽ തോന്നും എന്തിനാ വെറുതെ ആൻറ്റിബയോട്ടിക് കണ്ടിന്യൂ ചെയ്യുന്നത്, ഡോക്ടർ 5-7 ദിവസത്തേക്ക് ഈ ആൻറ്റിബയോട്ടിക് തന്നിട്ടുണ്ട്, പകരം എനിക്ക് 3 ദിവസം കഴിഞ്ഞു, ഓക്കെ ഐ ആം ഫൈൻ എന്നുള്ളൊരു ഫീലിങ്ങിൽ അവർ ആൻറ്റിബയോട്ടിക്കിനെ സ്റ്റോപ്പ് ചെയ്യും. പക്ഷെ അതൊരിക്കലും നിങ്ങൾ ചെയ്യരുത്. നിങ്ങളൊരു ആൻറ്റിബയോട്ടിക് എടുക്കുമ്പോൾ അതിൻ്റെ കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് എടുക്കണം. എന്നാൽ മാത്രമേ നമ്മളെ മൂത്രസഞ്ചിയിലുള്ള കംപ്ലീറ്റ് ബാക്ടീരിയകളും മരിച്ചു പോവുകയുള്ളൂ. ഇല്ലെങ്കിൽ എന്തുണ്ടാവും എന്ന് വെച്ചാൽ അവർ പകുതി ഒരു മരിച്ച സ്റ്റേറ്റിൽ കിടക്കുകയും പിന്നീട് ചിലപ്പോൾ 1-2 മാസം കഴിഞ്ഞ് നല്ലൊരു സാഹചര്യം, നല്ല ഫേവറബിൾ ആയിട്ടുള്ളൊരു സാഹചര്യം വരുമ്പം വീണ്ടും ഈ ഇൻഫെക്ഷൻ നമുക്ക് തിരിച്ചു വരികയും ചെയ്യും. അങ്ങനെയാണ് ഈ റിക്കറൻറ്റ് UTI ഉണ്ടാവുന്നത്. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുക്കുമ്പം എല്ലാവർക്കും ഈ ഉള്ള പ്രോബ്ലമാണ് ഈ 2-3 ഡേയ്സിൽ സ്റ്റോപ്പ് ചെയ്യാനുള്ളത്. ദയവ് ചെയ്ത് അത് ചെയ്യരുത് എന്നാണ് എല്ലാവരോടും പറയാനുള്ളത്. ഇത് നിങ്ങൾക്ക് സാമൂഹികപരമായിട്ടും നിങ്ങളൊരു നന്മയാണ് ആക്ച്വലി ചെയ്യുന്നത്. ആൻറ്റിബയോട്ടിക് റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞൊരു വലിയൊരു പ്രോബ്ലം നമുക്ക് എമേർജ് ചെയ്ത് വരികയാണ്. അതായത് ബാക്ടീരിയകൾക്ക് പകുതി കോഴ്സ് കൊടുത്ത് അവർക്ക് ഇതിനോടുള്ള പ്രതിരോധം അവർ വളർത്തിയെടുക്കും. അപ്പം നിങ്ങൾ ഭാവിനെയും കൂടിയാണ് സംരക്ഷിക്കുന്നത്. ഈ ഫുൾ കോഴ്സ് എടുത്ത് ഫുള്ളായിട്ട് ബാക്ടീരിയകൾ മരിക്കണം എന്നുള്ളതാണ് അതിൻ്റെ ശരിയായ ഒരു രീതി. ഇതാണ് UTIൻ്റെ മെയിനായിട്ടുള്ളത്. പിന്നെ വരുന്നത് ഫംഗൽ ഇൻഫെക്ഷൻ. ഫംഗൽ ഇൻഫെക്ഷനും അതെ, നമ്മൾ മരുന്നുകൾ കൊടുക്കും, ഫംഗൽ ഇൻഫെക്ഷൻ താഴേക്ക് പോകും. പക്ഷേ ഈ ഫംഗൽ ഇൻഫെക്ഷനും ഈ റിക്കറൻ്റായിട്ട് ഇടയ്ക്കിടയ്ക്ക് വരുന്ന മൂത്രപ്പഴുപ്പും ഈ പ്രഗ്നൻസീനെ എങ്ങനെ ബാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വലിയ പ്രശ്നം മാസം തികയാതെ പ്രസവവേദന വരിക എന്നുള്ളതാണ്. നമ്മൾ വിചാരിക്കും ഈ മൂത്രസഞ്ചിയിലെ അണുബാധയും ഫംഗൽ ഇൻഫെക്ഷനൊക്കെ എങ്ങനെയാണ് നമ്മളെ പ്രസവത്തിനെ ബാധിക്കുന്നത് എന്ന് നമുക്ക് തോന്നും. അതെന്ന് പറഞ്ഞാൽ നമ്മളെ ദൈവം വളരെ ഏറ്റവും സുരക്ഷിതമായ ഒരു സ്ഥലത്താണ് നമ്മളെ ഗർഭസ്ഥ ശിശുവിനെ വെച്ചിരിക്കുന്നത്. ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ നമുക്കൊരു ബലൂണിനുള്ളിൽ ഒരു കുഞ്ഞിവാവ കിടക്കുന്ന മാതിരിയാണത്. ഒരു അറയുണ്ട്, നല്ലൊരു വെള്ളം നിറഞ്ഞ അറയുണ്ട്. ആ അറേൻ്റെ ഉള്ളിലാണ് വാവ. അപ്പോൾ ഈ അറ ഈ ബലൂൺ പോലത്തെ ഒരു അറയാണ് ഈ ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ. ഈ അറ പൊട്ടാതിരിക്കുന്നിടത്തോളം കാലം പുറത്തു നിന്നുള്ള ഒരു ഇൻഫെക്ഷനോ ഒരു ബാക്ടീരിയ ഒരു തരത്തിലുള്ള പ്രോബ്ലംസോ ഈ ബേബീനെ ബാധിക്കുന്നില്ല. പക്ഷേ ഈ ബാക്ടീരിയകൾ റിക്കറൻ്റ് ആയിട്ട്, ഞാൻ പറഞ്ഞല്ലോ മൂത്രസഞ്ചി, യോനിഭാഗം, മലദ്വാരം, ഇതിന്ന് വരുന്ന ബാക്ടീരിയകൾക്ക് വളരെ ഈസി ആയിട്ട് ഈ അറേൻ്റെ സൈഡിൽ കൂടെ എത്താനുള്ള ആക്സസ് ഉണ്ട്. അപ്പം റിക്കറൻ്റായ ഇൻഫെക്ഷൻ വരുമ്പം ഈ അറ ബലഹീനത ഉണ്ടാവുമ്പം പ്രസവവേദന വരാനുള്ള പ്രശ്നമുണ്ട്. ഈ അറ പൊട്ടിപ്പോവുകയും ചെയ്യും. അറ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വെള്ളം, അതിനാണ് ലീക്കിങ് അല്ലെങ്കിൽ മാസം തികയാതെ വെള്ളം പുറത്തു പോവുക എന്നൊക്കെ നമ്മൾ പറയുന്നത്. അതുണ്ടായിക്കഴിഞ്ഞാൽ മാസം തികയാതെ പ്രസവിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. എത്രയോ സ്റ്റഡീസ് പ്രൂവ് ചെയ്തിട്ടുണ്ട് റിക്കറൻ്റ് ആയിട്ടുള്ള UTIയും ഇൻഫെക്ഷൻസും ഉള്ള മദേഴ്സിന് നമുക്ക് മാസം തികയാത്ത പ്രസവവേദന ഉണ്ടാകുന്നു, പ്രസവിക്കുന്നു എന്നുള്ളത്. അപ്പോൾ നമുക്ക് എല്ലാ ഗൈനക്കോളജിസ്റ്റിനും ഏറ്റവും ആഗ്രഹം എന്ന് പറയുന്നത് നമ്മൾ ആക്ച്വലി സാറ്റിസ്ഫൈഡ് ആവുന്നത് നല്ല ആരോഗ്യമുള്ള, നല്ല കരയുന്ന, മാസം തികഞ്ഞ ഒരു കുട്ടിയെ അമ്മേൻ്റെയും കുഞ്ഞിൻ്റെയും ഒരുമിച്ച് നിൽക്കുന്നത് കാണുമ്പോഴാണ്. പക്ഷേ എങ്കിലും മാസം തികയാതെ പ്രസവിക്കുമ്പോൾ അവർ ICUയിൽ കിടക്കുന്നു, കുട്ടീനെ ഡയറക്റ്റ് ചിലപ്പോൾ ഫീഡ് ചെയ്യാൻ പറ്റില്ല,
അമ്മയും കുഞ്ഞും വേർതിരിഞ്ഞ് കിടക്കേണ്ടി വരും 3 ആഴ്ച 2 ആഴ്ച, ഈ മാസം തികയാത്തതിൻ്റെ കോംപ്ലിക്കേഷൻ ഇതിന് പുറമേ ഉണ്ടാവും. അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും ചെറിയൊരു കോഴ്സ് ഓഫ് ആൻറ്റിബയോട്ടിക്സിലൂടെ എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ഫംഗൽ ഇൻഫെക്ഷൻ ആൻഡ് UTI നിങ്ങൾ ട്രീറ്റ്മെൻറ്റ് എടുക്കണം. ട്രീറ്റ്മെൻറ്റിന് ഒരിക്കലും ഭയപ്പെടരുത്. ഇത് പ്രിവെൻറ്റ് ചെയ്യാൻ, അതായത് വരാതിരിക്കാൻ വല്ല മാർഗമുണ്ടോ? തീർച്ചയായിട്ടും. നമുക്കൊരു ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രഗ്നൻ്റ് ആകുമ്പോൾ നമുക്ക് ഈ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണെങ്കിലും ഞാൻ എല്ലാ പേഷ്യൻസും OP വരുമ്പോൾ പ്രഗ്നൻ്റ് ആണെങ്കിൽ കൺഗ്രാജുലേഷൻസ് പറഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് പറയുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്കിനി സ്വന്തമായിട്ടൊരു ബോട്ടിൽ വേണം, ഒരു വാട്ടർ ബോട്ടിൽ. നമ്മൾ ചെറിയ LKG കുട്ടിയാന്ന് ആലോചിക്കുക, സ്വന്തമായ ഒരു വാട്ടർ ബോട്ടിൽ 1 ലിറ്ററിൻ്റെ ഒരു ബോട്ടിൽ, അത് നിങ്ങൾക്ക് മാത്രമുള്ളതാണ്. അത് വേറെ ഒരു ഫാമിലി മെമ്പറും അതിൻ്റെ അകത്തുനിന്ന് വെള്ളം കുടിക്കരുത്. ഒരു 2 ടൈംസ് മിനിമം, 3 ടൈംസ് ആണെങ്കിൽ വെരി ഗുഡ്. നിങ്ങൾ ആ വെള്ളം രാവിലെ മുതൽ രാത്രി കുടിച്ച് തീർക്കുക. ഇതൊരു ഹാബിറ്റാണ്. നിങ്ങൾ ആദ്യത്തെ 3 മാസവും ലാസ്റ്റ് 3 മാസവുമാണ് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത. ഈ മാസങ്ങളിൽ മാത്രമല്ലാതെ പിന്നീട് കുട്ടി ജനിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടിക്ക് പാലുണ്ടാവാനും ഈ വെള്ളത്തിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ ഹാബിറ്റ് നിങ്ങൾ തുടക്കത്തിലേ കൊണ്ടുവന്നാൽ അത് നിങ്ങൾക്ക് കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കൂടി വളരെയധികം ഉപയോഗപ്പെടുന്ന ഒരു ഹാബിറ്റാണ്. സോ വാട്ടർ തെറാപ്പി എന്ന് തന്നെയാണ് എൻ്റെ ഏറ്റവും ബെസ്റ്റ് കാര്യം, വെള്ളം കുടിക്കുക. രണ്ടാമത്തെ കാര്യം, വെള്ളം കുടിച്ചാൽ മാത്രം പോരാ, നമ്മൾ 4 മണിക്കൂർ 5 മണിക്കൂർ മാക്സിമം ഒരു 6 മണിക്കൂറൊന്നും വെക്കരുത്. പ്രത്യേകിച്ച് ഒരു പ്രഗ്നൻ്റ് ലേഡി മൂത്രം ഒഴിച്ച് തന്നെ കളയണം. നമുക്ക് മൂത്രം ഒഴിക്കാൻ വെക്കരുത്, ഡെഫിനറ്റ് ഒരിക്കലും പാടില്ല. ഈ മൂത്രം ഒഴിക്കാനുണ്ടോ എന്ന് ആലോചിച്ചിട്ട് ആ ഒരു സെൻസേഷൻ വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം പ്രഗ്നൻസി നിങ്ങൾക്ക് അറിയാം, നിങ്ങൾക്ക് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഡെഫിനറ്റ്ലി പ്ലീസ് മേക്ക് ഇറ്റ് എ ഹാബിറ്റ്. എല്ലാ 4 മണിക്കൂറോ 5 മണിക്കൂറോ കൂടുമ്പോൾ ഒന്ന് എഴുന്നേറ്റ്, നിങ്ങൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും നമ്മളൊന്ന് നടക്കണമല്ലോ, ഒന്ന് നടന്നു പോയി ബാത്റൂമിൽ പോയി യൂറിൻ പാസ് ചെയ്യാനുള്ള ഒരു ഹാബിറ്റ് നിങ്ങൾ ഡെഫിനറ്റ്ലി ഉണ്ടാക്കണം. അതാണ് സെക്കൻഡ് ബെസ്റ്റ് ആയിട്ടുള്ളത്. മെയിൻലി ഒരു യൂറിനറി ഇൻഫെക്ഷൻ മാറാൻ ഇത് തന്നെ ധാരാളം. ഇനി ഫംഗൽ ഇൻഫെക്ഷൻ്റെ കാര്യം. ഫംഗൽ ഇൻഫെക്ഷൻ നമുക്ക് പ്രഗ്നൻ്റ് ആകുമ്പോഴുള്ള മെയിൻ പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വയറ് വലുതായി വരുമ്പം നമ്മളെ പേഴ്സണൽ ഹൈജീൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും. ഇത് എല്ലാവർക്കും ഉള്ളൊരു ബുദ്ധിമുട്ടാണ്. അപ്പം മറ്റുള്ളവർ അവരെ സഹായിക്കുകയോ എന്തെങ്കിലും, നമ്മൾ ഹസ്ബൻഡോ അല്ലെങ്കിൽ മദറോ ആരെങ്കിലും ഒരാൾ എപ്പോഴും നമ്മൾ പ്യൂബിക് ഹെയർ, നമ്മുടെ ജനനേന്ദ്രിയത്തിലെ മുടി ഒരു ആവശ്യത്തിനുള്ള ലെവൽ ചെറിയൊരു ട്രിം ചെയ്ത് വെക്കണം. ഷേവ് ചെയ്യരുത്. ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം ഇൻഫെക്ഷൻസ് കൂടുതലായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പം ട്രിമ്മിങ് ആണ് ഏറ്റവും ഐഡിയൽ ആയിട്ടുള്ള. അല്ലെങ്കിൽ ചെറിയൊരു പേഴ്സണൽ സിസേഴ്സ് യൂസ് ചെയ്യുക, ഒരു സിസേഴ്സ് വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്ത് കളയാം. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ഭയങ്കര ചൂടുള്ള വസ്ത്രങ്ങൾ, ലെഗിങ്സ്, ബ്ലാക്ക് ലെഗിങ്സ്, ടൈറ്റ് ആയിട്ടുള്ള ജീൻസ്, അങ്ങനത്തെ സാധനങ്ങൾ മാക്സിമം കുറയ്ക്കാൻ അവോയ്ഡ് ചെയ്യുക. പ്രത്യേകിച്ച് വീട്ടിൽ നിന്നുള്ള സമയം മാക്സിയോ അല്ലെങ്കിൽ ലൂസായിട്ടുള്ള സ്കേർട്ട്സോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. അത് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഡ്രൈ കോട്ടൺ അണ്ടർവെയർസ്, പ്യുവർ കോട്ടൺ അണ്ടർവെയർസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ വേറെ ടൈപ്പ് മെറ്റീരിയലുള്ള അണ്ടർവെയർസ് ഈ ഡിസ്ചാർജുകൾ അവിടെ തന്നെ വെക്കുകയും മോയ്സ്ചർ കണ്ടൻറ്റ് ഭയങ്കര കൂട്ടുകയും ചെയ്യും. പിന്നെ ഓരോ പ്രാവശ്യവും ബാത്റൂം, പ്രത്യേകിച്ച് നിങ്ങൾക്ക് റിക്കറൻ്റായിട്ട് ഇൻഫെക്ഷൻ വരുന്നവർക്ക് ബാത്റൂം പോയി വരുമ്പം നല്ലൊരു സെപ്പറേറ്റ് ആയിട്ടൊരു ടവൽ വെച്ച് ആ ഭാഗം ഡ്രൈ ആക്കി വയ്ക്കുക. ഇത്രയും കാര്യങ്ങൾ സൂക്ഷിച്ചാൽ തന്നെ നമുക്ക് ഇൻഫെക്ഷൻ രണ്ടും തടയാൻ പറ്റും. പിന്നെ ഇത് എല്ലാ സ്ത്രീകൾക്കും ബാധകമാണ്. ആക്ച്വലി വളർന്നു വരുന്ന ഓരോ പെൺകുട്ടിയെയും നമ്മൾ പഠിപ്പിക്കേണ്ട ഒരു വലിയൊരു കാര്യം എങ്ങനെയാണ് വാഷ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതായത് നമ്മൾ ബാത്റൂം പോയി വന്നു കഴിഞ്ഞാൽ മെയിനായിട്ട് നമ്മളിപ്പോൾ റിക്കറൻ്റ് ആയിട്ട് ഇൻഫെക്ഷൻ അല്ലാത്തവർക്കും വരുമല്ലോ, OP-ലൊക്കെ വരും, ഡോക്ടർ ഞാൻ വളരെ നന്നായിട്ടാണ് അവിടെ ക്ലീൻ ആയിട്ടാണ് വെക്കുന്നത്. അപ്പോൾ ഞാൻ ചോദിക്കും നിങ്ങൾ സോപ്പ് എത്ര ഉപയോഗിക്കും? വളരെ നന്നായിട്ട് ഞാൻ സോപ്പിടും. ആ ഭാഗം മുഴുവൻ ഞാൻ സോപ്പിട്ട് കൈയൊക്കെ ഫുള്ളായിട്ട് യോനി ഭാഗമൊക്കെ സോപ്പിട്ട് കഴുകും. ഞാൻ പറയും ദയവ് ഇത് ചെയ്യരുത്. സോപ്പ് നമ്മളെ മുടിയുള്ള ഭാഗങ്ങളിലും ജസ്റ്റ് താഴെ നമുക്കൊരു ബെറ്റർ ഫീൽ ചെയ്യാൻ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. ഒരു പരിധിയിലപ്പോഴും ഉള്ള സോപ്പ് ഉപയോഗം നിങ്ങളുടെ യോനി ഭാഗത്തെ അസിഡിക് pH-നെ ആൽക്കലൈൻ pH ആയി മാറ്റുകയും ഫംഗൽ ഇൻഫെക്ഷന് കൂടുതൽ നിങ്ങളെ പ്രോണാക്കുകയാണ് ചെയ്യുന്നത്. സോ ദയവ് ചെയ്തിട്ട് അമിതമായ സോപ്പ് ഉപയോഗം ഒഴിവാക്കുക. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം മൂത്രനാളി എവിടെയാണ്, യോനി എവിടെയാണ്, മലദ്വാരം എവിടെയാണ്.
മലദ്വാരം നമ്മൾ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മാക്സിമം അത് ഇവിടത്തേക്ക് കൈകൾ കൊണ്ടുവരാതെ സൂക്ഷിക്കുക. ഇനി ഈ ഭാഗം കഴുകും ഒരിക്കലും ഈ മേലോട്ടും താഴോട്ടും നമ്മളിങ്ങനെ ഹാൻഡ് കൊണ്ടുവരുന്ന ഒരു സ്വഭാവം എല്ലാവർക്കും ഉണ്ട്. അത് മാക്സിമം കുറയ്ക്കാൻ നോക്കുക. കാരണം നമ്മൾ എത്ര നമ്മളെ മലദ്വാരത്തിൻ്റെ ഭാഗം ക്ലീൻ ആണെന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ നിന്നുള്ള ബാക്ടീരിയകളെ നമ്മൾ മേലോട്ടേക്ക് കൊണ്ടുവരാതെ സൂക്ഷിക്കുക. എപ്പോഴും വെള്ളം നമ്മൾ ഒഴിക്കുമ്പോൾ താഴോട്ടേക്ക് അത് ഒഴുകി പോകണം, ഒരിക്കലും മേലോട്ടേക്ക് വരാതെ സൂക്ഷിക്കുക. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പം ഇംഗ്ലീഷിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ കാണുക വൈപ്പ് ഫ്രം ഫ്രണ്ട് ടു ബാക്ക് എന്നാണ്. നമ്മൾ പിന്നെ വൈപ്പിംഗ് അല്ല, നമ്മൾ കഴുകുകയാണ് വാഷിങ്. അതേ കാര്യം ഫ്രണ്ട് ടു ബാക്ക്, അതേ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഒരിക്കലും ബാക്ക് ടു ഫ്രണ്ട് എന്നുള്ള പരിപാടി വേണ്ട എന്നുള്ളത് നോക്കുക. അപ്പം ഇത്രയും കാര്യം സൂക്ഷിച്ചാൽ തന്നെ നമുക്കൊരു പരിധി വരെ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. ഈ പ്രഗ്നൻസിയിൽ പല ലേഡീസും വന്ന് പറയും അവർക്ക് വയറ്റിന്ന് ശരിക്കും പോകുന്നില്ല എല്ലാ ദിവസവും. ഈ കോൺസ്റ്റിപ്പേഷൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കോൺസ്റ്റിപ്പേഷൻ എനിക്ക് തോന്നുന്നു യൂറിനറി ഇൻഫെക്ഷൻ അതൊരു ഇൻഫെക്ഷനാണ്. പക്ഷെ അടുത്ത വലിയൊരു പ്രശ്നമാണ് ഈ വയറ്റിന്ന് പോവുക അല്ലെങ്കിൽ ഗ്യാസ്ട്രൈറ്റിസ്. ഈ രണ്ട് പ്രോബ്ലം പ്രഗ്നൻസിയിൽ വളരെ കോമണസ്റ്റ് ആയിട്ട് കാണുന്നതാണ്. അപ്പം വയറ്റിന്ന് പോകുന്ന കാര്യത്തിലും എനിക്ക് പറയാനുള്ളത് ഒരേ ഉത്തരമാണ്, വാട്ടർ തെറാപ്പിയാണ് ഫസ്റ്റ് തിങ്. നിങ്ങളൊരു പൈപ്പിനെ ആലോചിച്ച് നോക്കൂ. ഒരു പൈപ്പിൽ നമുക്കൊരു സാധനം കുടുങ്ങി കിടക്കുകയാണെങ്കിൽ അത് മുന്നോട്ട് ആ പൈപ്പിൻ്റെ എൻഡ് വരെ പോകണ്ടെങ്കിൽ നമ്മൾ ബാക്കിൽ നിന്ന് ഈ സൈഡിൽ നിന്ന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി അല്ലേ? വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴാണ് എല്ലാം ക്ലിയർ ആയി പോകുന്നത്. അപ്പോൾ അതേപോലെ തന്നെയാണ് നമ്മളെ ബോഡിക്ക് വളരെയധികം നീഡ്സ് ഉണ്ട്. വെള്ളം എന്ന് പറയുന്നത് കോശത്തിൻ്റെ ഓരോ കോശങ്ങളിലും പല ഉപയോഗങ്ങൾക്കും ആവശ്യമാണ്. അപ്പം നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് വയറ്റിലേക്ക് ചെല്ലുന്നു, അത് പിന്നെ ചെറുകുടലിൽ ചെന്ന് വൻകുടലിൽ ചെന്ന് എന്നിട്ടാണ് നമ്മളെ മലദ്വാരത്തിലേക്ക് പോകുന്നത്. അപ്പം നമുക്ക് ഓൾറെഡി വെള്ളം കുറച്ച് കുടിക്കുന്നുള്ളൂ. അപ്പം നമ്മളെ ബോഡിക്കുള്ള മറ്റ് നീഡ്സിന് വേണ്ടി ബോഡി എന്ത് ചെയ്യും? ഈ വെള്ളത്തിന് മാക്സിമം അബ്സോർബ് ചെയ്ത് പോവുകയാണ്. അപ്പോൾ ഓരോ പ്രാവശ്യവും അത് താഴേക്ക് പോകും തോറും വെള്ളം ബാക്കി കാര്യങ്ങൾക്കായി ഉപയോഗിക്കുമ്പം തികയുന്നില്ല. അപ്പം അവിടുത്തെ സ്റ്റൂള് ഹാർഡായി വരികയാണ്. അപ്പം നല്ലോണം വയറ്റുന്ന പോണ്ടിക്കില്ല, നന്നായി വെള്ളം കുടിക്കണം. പിന്നെ രണ്ടാമത്തെ കാര്യം ഫൈബർ അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളത്. ഇപ്പം എല്ലാവർക്കും ഈ യൂട്യൂബും വീഡിയോസും ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഓട്സ് കഴിക്കുക, ചിയ സീഡ്സ് കഴിക്കുക, ഇതൊക്കെ ഒരു ട്രെൻഡായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ അപ്പോൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ എല്ലാവരും നമ്മളെടുക്കാൻ വന്ന് ചോദിക്കും ഓട്സ് കഴിക്കാവോ, അത് കഴിക്കാവോ. ഫുഡൊക്കെ നിങ്ങൾക്ക് കഴിക്കാം ഡെഫിനറ്റ്ലി. പക്ഷെ ഞാൻ പറയാം സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം ആലോചിക്കും. പച്ചക്കറി കഴിക്കും നിങ്ങൾ. ഞാൻ പറയും എല്ലാ പേഷ്യൻസിനോടും വയറ്റുന്ന് പോയില്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഒരു കുക്കുംബറും ക്യാരറ്റും ഒരു സലാഡ് ഉണ്ടാക്കുക. ആ സലാഡ് നിങ്ങൾ എടുത്തു വെച്ചോളൂ ഒരു ദിവസത്തേക്ക്. ഒരു കുക്കുംബർ, ക്യാരറ്റ്, ടൊമാറ്റോ എന്ത് വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. അത് ഭക്ഷണത്തിന് മുന്നേ അതൊരു പോർഷൻ കഴിക്കുക. എന്നിട്ട് നിങ്ങൾ ഭക്ഷണം കഴിക്കും. അതിനെക്കൊണ്ട് രണ്ട് ഗുണങ്ങളാണുള്ളത്. ഒന്ന്, ഇതിലുണ്ടാകുന്ന ഫൈബറും വാട്ടർ കണ്ടൻറ്റും നിങ്ങളെ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ വയറ്റിന് സുഖമായിട്ട് പോകാൻ സഹായിക്കും. രണ്ടാമത്തെ കാര്യം, ഷുഗർ ഉള്ള ആൾക്കാരാണെങ്കിൽ, ചില ആൾക്കാർക്ക് ഈ പ്രഗ്നൻസി സമയത്ത് ഷുഗർ ഈ ഷുഗർ ബ്ലഡിലേക്ക് വലിച്ചെടുക്കണം, ഗ്ലൂക്കോസ് ബ്ലഡിലേക്ക് വലിച്ചെടുക്കുന്നതിൻ്റെ സ്പൈക്ക് നിങ്ങൾക്ക് കുറഞ്ഞു കിട്ടും. അപ്പം ഇത് രണ്ടും നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജാണ്. അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പം വാട്ടർ, നല്ല പച്ചക്കറികൾ, എന്നിട്ടും നിങ്ങൾക്ക് ശരിയാവുന്നില്ലെങ്കിൽ അതിനുള്ള സിറപ്പുകളും മരുന്നുകളും ഉണ്ട്. ഒരിക്കലും ബാത്റൂമിൽ പോയി പ്രഗ്നൻറ്റ് ടൈമിൽ മൊബൈൽ ഫോൺ വെച്ച് ഒരു അരമണിക്കൂറോ ഒരു മണിക്കൂറോ നിങ്ങൾ ദയവ് ചെയ്ത് ബാത്റൂമിൽ പോയി സ്പെൻഡ് ചെയ്യരുത്. അതൊരു റിക്വസ്റ്റാണ്. സോ ടെൽ യുവർ ഡോക്ടർ, നിങ്ങൾ ദിവസവും കറക്റ്റായി പോകുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിറപ്പുകൾ, സേഫായിട്ടുള്ള മരുന്നുകളുണ്ട്. അത് പ്രഗ്നൻസി സമയത്തെ ആവശ്യം വരും. മിക്കവാറും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്ക് ടു നോർമൽ ആവും.